വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വിഷ്ണുലാൽ സുധ എഴുതിയിരിക്കുന്ന അദൃശ്യ മുറിവുകൾ എന്ന നോവലാണ്. അദൃശ്യ മുറിവുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാൻകൈൻഡ് ലിറ്ററേച്ചർ ആണ്. ഇതിൻ്റെ വില 320 രൂപയാണ്. വിഷ്ണുലാൽ സുധ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലാണ് ജനനം. മാനേജ്മെൻറ്റും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് പഠിച്ചിട്ട് ഒരു IT ഫീൽഡിൽ ജോലി ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരുപാട് ഹ്രസ്വ ചിത്രങ്ങളും അതിനൊക്കെ ഒരുപാട് പുരസ്കാരവും നേടിയിട്ടുള്ള ഒരാളാണ് വിഷ്ണുലാൽ സുധ. അത് പോരാഞ്ഞിട്ട് 2 ചെറുകഥകളാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ബാനുവും കള്ളനും പിന്നെ കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ്. അത് ചെറുകഥാ സമാഹാരങ്ങളാണ്. പിന്നീടാണ് ഇപ്പോൾ മൂന്നാമത്തെ പുസ്തകമാണ് അദൃശ്യ മുറിവുകൾ എന്ന് പറഞ്ഞ ഒരു നോവൽ. ബാനുവും കള്ളനും ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ഐക്കാർഡ് ഇടുന്നതാണ്. അപ്പോൾ അത് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി കാണുക. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന്, ആ വീഡിയോ എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാം. അപസർപ്പക നോവലുകൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ശരിക്കും എല്ലാ ടൈപ്പ് ത്രില്ലേഴ്സിൻ്റെയും ഫാനാണ് ഞാൻ. ത്രില്ലർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മാധ്യമങ്ങളും, അത് കഥയായാലും സിനിമ ആയാലും സീരീസ് ആയാലും ഷോർട്ട് ഫിലിംസ് ആയാലും ഏത് മാധ്യമത്തിലായാലും, ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ വായിക്കുകയാണെങ്കിലും ഞാൻ വായിക്കുക ഇങ്ങനത്തെ ത്രില്ലർ ആയിട്ടുള്ള എന്തെങ്കിലും ബാങ്ക് കവർച്ചയോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും എന്ന് തോന്നുന്നു. നോർമലി ഒരു ഫിക്ഷൻ വായിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ത്രില്ലർ വായിക്കാനാണ് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുക കൂടുതലായിട്ട്. അപ്പോൾ ഞാനൊക്കെ ആ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു അപസർപ്പക നോവൽ തന്നെയാണ് ഈ അദൃശ്യ മുറിവുകൾ എന്ന് പറഞ്ഞ പുസ്തകവും. അപസർപ്പക നോവലുകളിൽ ചിലപ്പോൾ ചില പ്രത്യേക ക്യാരക്ടേഴ്സ്, അതായത് ചില ഡിറ്റക്റ്റീവ്സ് നമുക്കറിയാം. ഷെർലക് ഹോംസും ഹെർക്യൂൽ പോയറും ഒക്കെ നമുക്കറിയുന്ന കഥാപാത്രങ്ങളാണ്. ഒരുപാട് ഇതിൽ നമുക്ക് സീരീസുകളായിട്ട് നമുക്കുണ്ട്. ഞാൻ ഫേമസ് ആയിട്ടുള്ള 2 പേരെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അതല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ നമുക്കങ്ങനെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ നോവലിനകത്തും ഒരു പുതിയ ഒരു ഡിറ്റക്റ്റീവിനെ നമുക്ക് പരിചയപ്പെടാം. പോലീസ് ഫോഴ്സിലുള്ള നന്ദകുമാർ എന്ന് പറഞ്ഞ ഓഫീസറാണ്. നന്ദകുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നന്ദകുമാർ അന്വേഷിക്കുന്നത് ആത്മഹത്യകളാണ്. ആത്മഹത്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ പുലിയൻമലയിൽ നടക്കുന്ന 7ഓളം ആത്മഹത്യകൾ, ഒരു മെയ് മാസം 17 തുടങ്ങി 7ഓളം ആത്മഹത്യകൾ നടക്കുകയാണ്. കൂടാതെ അതിനുശേഷം പിന്നെയും ആത്മഹത്യകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യകൾ നടക്കുന്നതിൻ്റെ ആരോപണങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും, അതായത് ഈ മരണം നടക്കുന്ന ആളുടെ, അതായത് മരിച്ചു കഴിഞ്ഞ ആത്മഹത്യ ചെയ്ത ആളുടെ ആരെങ്കിലും ഒരു ആൾ, സുഹൃത്താവാം, ഭാര്യയാവാം, അല്ലെങ്കിൽ സഹോദരിയാവാം, മകളാവാം, ആരെങ്കിലുമൊക്കെ ആ വീടിൻ്റെ അടുത്ത് ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു ആളും അയാളുടെ ഒരു നായേനെയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഗ്രാമം മുഴുവൻ ഒരു ഭീതിയിലാണ്. ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു മനുഷ്യനും ഒരു നായയുടെയും പടം, അങ്ങനെ അയാളെ കണ്ടാൽ ആ വീട്ടിലൊരു ആത്മഹത്യ നടക്കും. അത് കാണുന്ന ആളാവില്ല, അതിനോടനുബന്ധിച്ചിട്ട് ആരെങ്കിലും ഒരാൾ മരിക്കും എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ നന്ദകുമാർ അന്വേഷിക്കുന്നത്. പക്ഷെ നന്ദകുമാറിന് ഇത് ആത്മഹത്യയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ആളുടെ ഉള്ളിൽ ഇതൊരു കൊലപാതകം ആണ്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം ആണ് എന്നുള്ള ഒരു തോന്നലിലാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഇതിനകത്ത് കേസ് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ആളുടെ, ഒരുപാട് പേര് ഒറ്റക്കയ്യനെ കണ്ടിട്ടുണ്ടാവും. അവരിൽ നിന്നും ഒരു രൂപരേഖ തയ്യാറാക്കി ഒരു സ്കെച്ച് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ സ്കെച്ച് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ആളുടെ രേഖാചിത്രം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇയാൾ ആരാണ്, എങ്ങനെയാണ് എന്നുള്ളത് ഇവരുടെ ക്രൈം ഫയലിലും ഒന്നും ഒരു തെളിവോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം വഴിമുട്ടി എവിടെ തുടങ്ങും എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇത് മീഡിയയിൽ കൊടുക്കുമ്പോൾ ഒരു കത്ത് കിട്ടുന്നത്. ഇയാൾ ഇന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്, മരിച്ചുപോയി കാണുമെന്ന് കരുതുന്നു, പക്ഷെ മരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് തെളിവ് കിട്ടുകയാണ്. അവിടെ നിന്നാണ് നന്ദകുമാർ പിന്നെ ആ ഒരു മുങ്ങിപ്പോകുന്നവനൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പിടിച്ചു കയറുക എന്ന് പറയുന്നത് പോലെ അദൃശ്യ മുറിവുകളിൽ നന്ദകുമാർ ആ
കച്ചച്ചുറുമ്പിലൂടെ പിടിച്ചു കയറുന്നത്. അങ്ങനെയാണ് ഈ ഇതാരാണെന്നും എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ കഥയുടെ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങളിലേക്കൊക്കെ ഈ പുസ്തകം വഴിതെളിയുന്നത്. എന്നിട്ട് നന്ദകുമാർ ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ചുരുക്കം. ഇതിനകത്ത് എനിക്ക് ഞാൻ നോർമലി നമ്മൾ ഡിറ്റക്റ്റീവ് നോവൽസ് ഫാൻസ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഒരുപാട് നോവൽസ് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് വായിക്കുന്നവനും ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നമുക്ക് വരുന്നത് നമുക്ക് കുറച്ചൊക്കെ വായനക്കാരന് മുൻകൂട്ടി നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മുടെ മനസ്സിൽ വിചാരിക്കും ഇയാളാണ് അയാളാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ പുസ്തകത്തിനകത്ത് എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ആ ആളെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവസാനം അത് കേട്ടപ്പോൾ ഞാനൊന്ന് നമുക്കൊന്ന് ത്രില്ലായി. കാരണം ഞാനൊന്ന് ഞെട്ടി, ഓ അയാളാണോ എന്നുള്ള പോലെ ഇത് വരികയാണ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾക്ക് ഇതിൽ 8-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം തൊട്ട് കഥ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അടിമ കച്ചവടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അന്ന് ഈ നാട്ടിലേക്ക് വന്നിറങ്ങിയ പല ആളുകളുടെ ക്ഷേത്രം, അങ്ങനത്തെ കുറേ മിത്തുകളും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അതിൻ്റെ പിന്നത്തെ തലമുറയുടെ പ്രതികാരങ്ങളും പകയും പിന്നെ പ്രണയം, പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രണയം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പ്രതികാരങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്കിത് നമ്മൾ എല്ലാ ഭാവങ്ങളും എല്ലാ രസങ്ങളും അല്ലെങ്കിൽ എല്ലാ മസാലയും കൂടി ചേർന്നിട്ടുള്ള ഒരു വിഭവമായിട്ട് വേണമെങ്കിൽ ഈ അദൃശ്യ മുറിവുകളെ നമുക്ക് പറയാം. നമുക്ക് വായിച്ചിരിക്കുമ്പോൾ നമുക്കൊരിക്കലും നഷ്ടം തോന്നാത്ത രീതിയിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നോവലായിട്ട് ഇത് മാറുന്നുണ്ട്. കാരണം ആദ്യം നമുക്കിങ്ങനെ തുറന്ന അന്വേഷണത്തിൽ, അതായത് ഈ കേസ് മുന്നോട്ട് പോകാതെ നന്ദകുമാർ എന്ത് ചെയ്യാതെയൊക്കെ ഇരിക്കും എന്നൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തിരി സ്ലോ പേസിങ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തെളിവുകൾ കിട്ടിത്തുടങ്ങി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നന്ദകുമാറിൻ്റെ ഐക്യവും അയാളുടെ ആ ഒരു ചിന്തിച്ചു വരുന്ന ഒരു അയാൾ കണ്ടുപിടിക്കുന്ന, അതായത് തെളിവുകൾ ലഭിക്കുന്നതിന് മുന്നേ തന്നെ അയാൾക്ക് ചില ഊഹങ്ങളും പൂഹങ്ങളും അത് സത്യമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നന്ദകുമാർ. അയാളുടെ ആ ഇൻഡ്യൂഷൻസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ റിസർച്ചും കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടൊക്കെ, അതായത് ഈ ചരിത്രവും അങ്ങനെയുള്ള കാര്യങ്ങൾ, മിത്തും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരാനായിട്ട് ഇദ്ദേഹം റിസർച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം. ഞാനിപ്പോൾ ഇദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ചില സംശയങ്ങൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഞാനിത് വായിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് അദൃശ്യ മുറിവുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനും ഒക്കെ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വെക്കേഷനിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നോവലാണ് അദൃശ്യ മുറിവുകൾ. ഇനിയും വിഷ്ണുലാൽ സുധ ഒരുപാട് അപസർപ്പക നോവലുകൾ എഴുതട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള ക്രാഫ്റ്റ് ഉണ്ട്, എഴുതാനുള്ള ആ ഒരു ഇമോഷൻസും എഴുത്ത് ആഖ്യാന രീതിയും ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.